Hello friends, welcome to our YouTube channel Ennilea Veettamma by Athira. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ജൂൺ മാസത്തെ പ്ലാനറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജൂൺ മാസം ആദ്യം തന്നെ സ്കൂളുകളൊക്കെ തുറന്നു, പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. നമ്മുടെയൊക്കെ കുട്ടികൾ പുതിയ ബാഗും കുടയും ബാഗിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ പുതിയ നോട്ട് ബുക്കുകളുമായി സ്കൂളിലേക്ക് യാത്രയായി. ആ പുതിയ നോട്ട് ബുക്കുകൾ കയ്യിലെടുത്ത് അതൊന്ന് തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ലുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണല്ലേ. അത് നമ്മെ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജൂൺ മാസത്തെ പ്ലാനർ തീമായി എടുത്തിരിക്കുന്നത് നോട്ട് ബുക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയ ഒരു തീമാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഒരു നോട്ട് ബുക്ക് വരയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിന് താഴെയായിട്ട്, ആ നോട്ട് ബുക്കിന് താഴെയായിട്ട് ഒരു തോട്ടും കൂടെ എഴുതി വയ്ക്കുന്നുണ്ട്. നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് വിൽ ബി നെവർ സ്റ്റോപ്സ് ടീച്ചിങ് എന്നൊരു തോട്ടാണ് ഞാൻ അവിടെ എഴുതുന്നത്. ഇവിടെ പറയുന്നത്, ഒരിക്കലും പഠനം നിർത്തരുത്, കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കുന്നത് നിർത്തില്ല എന്നാണ് പറയുന്നത്. നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന തോട്ടാണിത്. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് പഠനം നിർത്തരുത്, പഠിക്കാൻ നന്നായിട്ട് എല്ലാവരും. ജീവിതം നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ ഞാൻ ജൂൺ എന്ന് എഴുതിയിരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ പെൻസിൽ കൊണ്ട് ചിത്രമൊക്കെ വരച്ചിരുന്നു. ഇപ്പം ഞാൻ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് ഒന്നുകൂടെ അതിന് മുകളിലൂടെ വരയ്ക്കുകയാണ്. പിന്നീട് ഞാൻ റെഡ് പെൻ ഉപയോഗിച്ച് ജൂൺ എന്ന് എഴുതുകയാണ്. അതിനുശേഷം ഞാൻ ആ പിക്ചറിനൊക്കെ കളർ കൊടുക്കുകയാണ്. പെൻസിൽ കളറാണ് ഉപയോഗിക്കുന്നത്, അപ്പുറത്തെ പേജിലേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ജൂൺ എന്ന് എഴുതിയതിന് തൊട്ട് താഴെയായിട്ട് ജൂൺ മാസത്തെ കലണ്ടറാണ് വരയ്ക്കുന്നത്. 30 കോളങ്ങളുള്ള ഒരു കലണ്ടർ വരച്ചിട്ടുണ്ട്. ആഴ്ചകളും ഡേറ്റും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 2023 എന്നും കൂടി ഞാൻ പിക്ചറിൽ എഴുതുന്നുണ്ട്. നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഗോൾസ് ഓഫ് ദ മന്ത് എന്നാണ്. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് എൻ്റെ ഈ മാസത്തെ ഗോൾസാണ്. ഇതുപോലെ നിങ്ങളും ഈ മാസം ചെയ്യാൻ വിചാരിക്കുന്ന ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ നാം എഴുതി വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കൂടി തോന്നും. നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ നന്ദി പറയുക. ആദ്യമൊക്കെ ഈ പേജ് കാണുമ്പോൾ എന്തിനോടാണ് നന്ദി പറയുക എന്നൊരു തോന്നലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഒരു ദിവസത്തിൽ രാവിലെ മുതൽ കിടക്കുന്ന വരെ രാത്രി വരെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്തു പറയാം, നന്ദി പറയാം, പ്രകൃതിയോടും ദൈവത്തോടുമെല്ലാം. പിന്നീട് ഞാൻ 2 പേജുകളിലായിട്ട് 30 വലിയ കോളങ്ങൾ വരയ്ക്കുകയാണ്. അതിന് ഏറ്റവും മുകളിലായിട്ട് ചെറിയ 7 കോളം കൂടെ വരയ്ക്കുന്നുണ്ട്. അത് ആഴ്ചകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ആഴ്ചകൾ എഴുതുന്നതിൽ കളർ പേപ്പർ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഞാൻ ആഴ്ചകൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഓരോ കോളത്തിലും ഡേറ്റ് കൃത്യമായി ഇട്ട് എഴുതി കൊടുക്കുകയാണ്. ഈ 30 കോളങ്ങളിലും ഓരോ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എഴുതി വയ്ക്കുന്നത്. ആ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോട്ട് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ ഇതിൽ വെതർ ട്രാക്കർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് പിക്ചർ വരച്ചിട്ടുണ്ട്. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ സൂര്യൻ്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കാറ്റിൻ്റെ
പിക്ചർ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാർമേഘങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ മേഘത്തിൻ്റെ ചിത്രവും, അതുപോലെ തന്നെ മഴയുള്ള ദിവസമാണെങ്കിൽ കാർമേഘവും അതിൽ നിന്ന് മഴ പെയ്യുന്ന രീതിയിലുള്ളൊരു പിക്ചറും കൂടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിന് ആ പിക്ചറിനൊക്കെ കളറ് കൊടുക്കുന്നുണ്ട്. 1-ാം തീയതി നല്ല മഴയാണെങ്കിൽ അവിടെ ഞാൻ മേഘത്തിൽ നിന്ന് മഴ പെയ്യുന്ന ആ ഇമേജും കൂടെ ആ 1-ാം തീയതി എന്നെഴുതിയ കോളത്തിൽ വരയ്ക്കും. അതുപോലെ തന്നെ 2-ാം തീയതി നല്ല വെയിലാണെങ്കിൽ സണ്ണിൻ്റെ ചിത്രം ആ 2-ാം തീയതി എന്നെഴുതിയ കോളത്തിനുള്ളിൽ വരയ്ക്കും. ഓരോ ദിവസത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന 3 കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റത്തെ വിഷ് ലിസ്റ്റ്. ഇതിൽ ഞാൻ ആ മാസം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനാണ്. രണ്ടാമതായി എഴുതിയിരിക്കുന്നത് ബഡ്ജറ്റ് ട്രാക്കറാണ്. ഇവിടെ ആ മാസം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കി എന്നതിനുള്ള കണക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ആ മാസം വാങ്ങിച്ച എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മറ്റൊരു ബുക്കിലാണ് എഴുതി വയ്ക്കാറ്. ഇത് എൻ്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എത്ര രൂപ ചിലവായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം. മൂന്നാമതായി എഴുതിയിരിക്കുന്നത് തിങ്സ് ഐ വാണ്ട് ടു ചെക്ക് ഓൺ. ഇവിടെ ഞാൻ യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവും. അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് പേജിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഹാബിറ്റ് ട്രാക്കറാണ്. ഇവിടെ ഈ മാസം നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട ഹാബിറ്റ്സ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിൽ നമ്മൾ ഒരു 2-3 ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്താൽ മതി. കാരണം പെട്ടെന്ന് നമുക്ക് മടി വരും. അപ്പോൾ മുന്നോട്ടുള്ള മാസങ്ങളിലൊക്കെ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനാകെ 4 ഹാബിറ്റ്സാണ് ഈ മാസം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 1 മെഡിറ്റേഷൻ, എക്സസൈസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഇതൊക്കെയാണ്. ഇവിടെ ഞാൻ 4 ഹാബിറ്റ്സാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ഹാബിറ്റ്സിന് താഴെയും 30 കോളങ്ങൾ വരച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ 1-ാം തീയതി ചെയ്യുകയാണെങ്കിൽ 1-ാം തീയതിക്ക് നേരെ ടിക്കിടും. അതുപോലെ തന്നെ എക്സസൈസ് 1-ാം തീയതി ചെയ്യുകയാണെങ്കിൽ അന്നും ടിക്കിടും. ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ ഇവയെല്ലാം 1-ാം തീയതി ചെയ്യുകയാണെങ്കിൽ 1-ാം തീയതിക്ക് നേരെ ടിക്കിടും. ഇങ്ങനെ ഓരോ ദിവസവും ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ അതിന് നേരെയായിട്ട് ആ തീയതിക്ക് നേരെയായിട്ട് ടിക്കിട്ട് പോകും. നെക്സ്റ്റ് പേജിൽ ഞാൻ എഴുതിയിരിക്കുന്നത് മൂഡ് ട്രാക്കർ എന്നാണ്. റെഡ് കളർ കൊണ്ട് ഞാൻ മൂഡ് ട്രാക്കർ എന്നെഴുതി. അതിനുശേഷം ഞാൻ ഒരു 30 നോട്ട്ബുക്കുകൾ വരച്ചു. ഓരോ ദിവസത്തെയും മൂഡിനനുസരിച്ചും അതിൽ കളറുകൾ കൊടുക്കാനാണ്. ഞാൻ 4 കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്: ഹാപ്പി, സാഡ്, ഗുഡ്, ലേസി. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ദിവസം ഞാൻ റെഡ് കളറും, സാഡായിട്ടിരിക്കുന്ന ദിവസം, ദുഃഖമായിട്ടിരിക്കുന്ന ദിവസം ഗ്രീൻ കളറും, അതുപോലെ നല്ല കുഴപ്പമില്ല നല്ലൊരു ദിവസമായിരുന്നുണ്ടെങ്കിൽ നീല കളറും, മടിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ റോസ് കളറുമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.